9 മുതലുള്ള എന്താ പ്രശ്നം വെച്ചാൽ, ഇത് തീക്കുണ്ടത്ത് വീണിട്ട് ആ തീക്കുണ്ടത്ത് വീണപ്പോൾ എന്നാ സംഭവിക്കണത്? അവർക്ക് ആന്തരിക ആ സാഹചര്യത്തിൻ്റെ മേലും അഭിഷേകം ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഒരു സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൻ്റെ മേൽ അഭിഷേകം ഉണ്ടാകും. ആ സാഹചര്യം ഇപ്പം തീ പൊള്ളണ സാഹചര്യമാണെങ്കിൽ അതിൻ്റെ പൊള്ളൽ ഏൽക്കാത്ത രീതിയിൽ നമ്മളെ ദൈവം കൊണ്ടു നടക്കും. ഇപ്പം നമ്മൾ ഐസയ്യ 43:2 ഐസയ്യ 43:2 എന്നാ പറയണത്? നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് എൻ്റെ അർത്ഥം. എനിക്ക് 40 വാറ്റ് കേന്ദ്രങ്ങളും 4 നമ്പർ ഷാപ്പുകളും ഉള്ള ഒരു ഇടവകയുടെ സ്വത്താണ്. അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയാണ് 40 വാറ്റ് കേന്ദ്രങ്ങൾ, കള്ളവാറ്റ് കേന്ദ്രങ്ങൾ. അവിടെ ചെന്ന് പെട്ടുള്ള അവസ്ഥ അറിയാമല്ല, അസ്ഥി പോലും കിട്ടത്തില്ല. അതുപോലെ തന്നെ 4 നമ്പർ ഷാപ്പുകൾ, ലൈസൻസുള്ള ഷാപ്പുകൾ. ഇത് കൂടാതെ ജനങ്ങൾ ഒരച്ഛൻ അവിടെ ഇരുന്ന് വികാരിച്ചന് ഒരുത്തൻ വന്ന് കസേരക്ക് തലക്കിട്ടടിച്ചു. അച്ഛൻ കിഴക്ക് വഴി മേടയുടെ വെയിലും ചാടി ഓടി ബിഷപ്പ് ഹൗസിൽ അഭയം പ്രാപിച്ചു. ഇങ്ങനെ ഒരു സമയത്ത് എന്നെ പിതാവ് ആ ഇടവകയിലോട്ട് വിട്ടു. ഞാനാണെങ്കിൽ ഉറഞ്ഞുപോയി, ഐസ് കട്ടയെപ്പോലെ മരിച്ചുപോയി. അപ്പം ഈ മരവിപ്പൻ്റെ കാര്യം പറയണേ, അപ്പം ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുകയാണ്. ഞാൻ എന്ത് ചെയ്തറിയോ, ഞാൻ ഈ ട്രാൻസ്ഫർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 13 ജപമാല വെച്ചൊരു ദിവസം ചൊല്ലി. 13 ജപമാല വെച്ചൊരു ദിവസം. എത്ര ദിവസത്തേക്ക് ചെല്ലിയെന്നറിയാമോ? 10-45 ദിവസം ചൊല്ലി. ട്രാൻസ്ഫറൊന്നും ചേഞ്ചായില്ല, പക്ഷെ എൻ്റെ മനസ്സ് ചേഞ്ചായി. ഇതാണ് വിഷയം. ട്രാൻസ്ഫർ ചേഞ്ചായില്ല, ഞാൻ അങ്ങോട്ട് പോകേണ്ടി വന്നു. പക്ഷേ എൻ്റെ അവിടെ വെച്ച് അവിടുത്തെ ചില ആൾക്കാരെന്നെ തല്ലുകയും ചെയ്ത് ഒരു കാര്യം പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് അപ്പോഴും ഫീൽ ചെയ്തില്ല. എന്താ കാര്യം? ഇതിൻ്റെ അത് വരുന്നൊരു വിഷയം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കറക്റ്റാണെങ്കിൽ ഈ ആന്തരിക അഭിഷേകം ഉണ്ടാകും. ഒരു വിഷയം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അതിൻ്റെ വേറൊരു ഭാഗമാണ് അതുണ്ടായിട്ട് അത് നമുക്ക് അനുഭവവേദ്യമാകാതെ വരണത്. അത് ഒരു വിഷയം ഉണ്ടാകാത്തതിനേക്കാളും വലുതാണ് അത് ഉണ്ടായതിന് ശേഷം നമുക്ക് അനുഭവവേദ്യമല്ലാതായി മാറണത്. അത് ഭയങ്കര സംഭവമാണ്. ഇതുകൊണ്ട് തന്നെയാണ് പൗലോസ് ഈ ദാനിയേൽ പറഞ്ഞ പുസ്തകത്തിൽ പറയണത്, അതായത് ഹിമഗണങ്ങളെ, മഞ്ഞുകട്ടകളെ കർത്താവിനെ സ്തുതിക്കാൻ. മരവിച്ച അനുഭവം ഉണ്ടായാലും ശരി, തണുത്ത അനുഭവം, ഹൃദയം മരവിക്കുന്ന അനുഭവം ഉണ്ടായാലും ശരി, അതെന്തിനു വേണ്ടിയുള്ളതാണ്? കർത്താവിനെ സ്തുതിക്കാനുള്ളതാണ്. അല്ലാതെ കർത്താവിന് പ്രാകാരല്ല. ഞാൻ ചിലർ പറയട്ടെ, ഞാൻ ഒരു ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ച ഒരു മകനെ ശവപ്പെട്ടി കിടത്തിയിരിക്കുക. അവൻ്റെ അമ്മ അടുത്തിരിപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇടവക വികാരി എന്ന രീതിയിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കണ്ടത് വലിയമ്മക്ക് മകൻ നഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ എന്നെയും കൂടി കണ്ടപ്പോൾ ദൈവത്തിന് അവർക്ക് പുച്ഛമാണ്. എന്നെയും കൂടി കണ്ടപ്പോൾ ദേവന് ശവം കെടുത്തോണ്ട് പോകാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞ് അവിടെ കൂവി നിലവിളിച്ചിട്ട് ഒരു കുരിശ് ആ ശവത്തിൻ്റെ കയ്യെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എടാ എത്ര കുരിശിട്ടാണ്ടാ ഞാൻ നിന്നെ കിടത്തിയത്, ഉറക്കിയത്, എന്നിട്ട് മകനെ നിന്നെ ഒരു കുരിശും രക്ഷപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാണ് ഇവർ കാരണത്. ഞാനൊന്നും വേണ്ടിയില്ല, ഞാൻ ശവം എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ അതല്ല, ഞാൻ എപ്പോഴും ഓർക്കുകയെ കുരിശെങ്ങനെ അവനെ സംരക്ഷിക്കും. അമ്മ കുരിശ് തലേണി വരച്ചിട്ട് കാര്യമില്ലേ. അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറയണത്, ഞാൻ കുർബാനയുള്ള സമയത്ത്, എനിക്ക് മുമ്പുള്ള വികാരം ചെയ്യുന്ന സമയത്തും ഞായറാഴ്ച അവൻ പള്ളി വരും. എന്തിനാണെന്നറിയാമോ? അവനൊരു ഇഷ്ടമുണ്ട്. ആ പെണ്ണിനെ പള്ളിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി പള്ളിയുടെ അരികും മറയത്ത് നിന്നുകൊണ്ട് ലൈനടിക്കണം അവൻ്റെ പരിപാടി. പിന്നെ എങ്ങനെയാണ്? നമ്മുടെ കയ്യിരിപ്പം മോശമാണെങ്കിൽ ഏത് കുരിശ് തലേണി കയറ്റിയിട്ട് എന്ത് കാര്യം? പ്രൊട്ടക്ഷൻ പോയി. അച്ഛൻ പറഞ്ഞത് വരുന്നതിൻ്റെ കാരണം, നമ്മുടെ അഭിഷേകം നമുക്ക് വരുന്നതെന്ന് പറയണത് നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ കുറച്ച് വിശുദ്ധിയോടെ തന്നെ പെരുമാറേണ്ടി വരും. അല്ലാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് സംരക്ഷണം ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം സംരക്ഷണം ഉണ്ടാകത്തില്ല. ആ പ്രാർത്ഥന ഭരിക്കാൻ പറ്റിയ ഹൃദയാവസ്ഥ കൂടി നമുക്കുണ്ടാവണം.
ആ പ്രാർത്ഥന ഫലിക്കാൻ പറ്റിയ ഹൃദയാവസ്ഥ കൂടി. നമുക്കൊരു കാര്യം ഇപ്പം നമ്മൾ ഓരോ വിഷയം, ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു 46 ദാനിയേൽ 3:46 ഹിമഗണങ്ങളെ മഞ്ഞക്കട്ടകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അത് താഴേക്ക് വരുമ്പോൾ മൂടൽ മഞ്ഞ് പൊടിമഞ്ഞ് കർത്താവിനെ സ്തുതിക്കും. മിന്നലുകളെ മേഘങ്ങളെ എല്ലാ അനുഭവങ്ങളും പൊടിമഞ്ഞായാലും അതുപോലെ തന്നെ മൂടൽ മഞ്ഞായാലും ചിലപ്പോൾ ഒന്നും കാണത്തില്ലേ. ഇപ്പം നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ ഇപ്പം ചെന്നുള്ള അവസ്ഥ എന്താ? ഹൈ റേഞ്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 11:30 മണിയാകാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല. ഞാൻ പല പ്രാവശ്യം പോയപ്പോഴേക്കും സംഭവിച്ചതാണ്. അത് മൂടൽ മഞ്ഞാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റത്തില്ല, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കും. ഇങ്ങനെ നമ്മൾക്ക് തന്നെ എന്താണൊരു പോകും വഴി, എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, വഴി അറിയാൻ പാടില്ലാതെ നിൽക്കണം മൂടൽ മഞ്ഞ്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വഴി അറിയാൻ പറ്റത്തില്ലെങ്കിലും ഈ കടം പരിഹരിക്കാൻ ആരോടാണ് കൈ നീട്ടേണ്ടത് നമുക്കറിയത്തില്ല. മൂടൽ മഞ്ഞാണ്, ഒരു പിടിയില്ല, ഒരെത്തും പിടിയില്ല. ഇപ്പോഴും എന്താ സംഭവിക്കേണ്ടത്? അപ്പോഴും എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിനെ സ്തുതിക്കുവിൻ. എന്താ പ്രശ്നം? എന്നേക്കും അതായത് എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അതായത് ബൈബിൾ ഇടക്ക് പറയുന്ന ഒരു സംഭവമാണ്. അതായത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇപ്പം ലാറ്റിൻ കുർബാനയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.